പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ ദിവസം രഹസ്യങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രഹസ്യങ്ങൾ അത് പ്രത്യേകമായ അർത്ഥത്തിലാണ്. പരസ്യമല്ലാത്തത് രഹസ്യം, അങ്ങനെയാണല്ലോ നാം സാധാരണ കേൾക്കുന്നത്. പക്ഷേ അതേക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. രഹസ്യങ്ങൾ എന്ന് ഞാൻ പ്രത്യേകമായി പറയുമ്പോൾ പരിശുദ്ധ കൂദാശകളിൽ 3 രഹസ്യങ്ങളുണ്ട്. ഒന്ന് വിശുദ്ധ കുർബാന, 2 വിശുദ്ധ മാമോദീസ, 3 പരിശുദ്ധ മൂറോൻ അഭിഷേകം. ഈ 3 കൂദാശകളും രഹസ്യങ്ങളാണ് പൗരസ്ത്യ സഭയിൽ. ഇത് നമ്മൾ പ്രത്യേകമായി അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മറ്റ് 3 ദൈവിക രഹസ്യങ്ങളുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞത് കൂദാശകളാകുന്ന രഹസ്യങ്ങൾ എന്നതിനെ സംബന്ധിച്ച. രണ്ടാമത് ഞാൻ പറയുന്നത് ദൈവികമായ രഹസ്യങ്ങൾ എന്നത് സംബന്ധിച്ച. എന്താണ് ദൈവികമായ രഹസ്യങ്ങൾ? ഏതെല്ലാമാണ്? ഒന്നാമത് ത്രിയേക ദൈവം എന്ന വിശ്വാസം ദൈവികമായ ഒരു രഹസ്യമാണ്. രണ്ടാമത് ദൈവികമായ രഹസ്യങ്ങളിൽ പെടുന്നത് ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം. മൂന്നാമത് വിശുദ്ധ കുർബാന എന്ന രഹസ്യം. സാധാരണയായുള്ള അപ്പവും വീഞ്ഞും ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അപ്പവീഞ്ഞുകൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു. അത് ദൈവികമായ മറ്റൊരു രഹസ്യമാണ്. അപ്പോൾ ദൈവികമായ രഹസ്യങ്ങൾ: 1 പരിശുദ്ധ തൃത്വം, 2 നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരം, 3 വിശുദ്ധ കുർബാന. അപ്പവീഞ്ഞുകൾ തിരുശരീര രക്തങ്ങളായി രൂപാന്തരപ്പെടുന്നു എന്നത്. ഇന്നേ ദിവസം നമുക്ക് ദൈവികമായ രഹസ്യങ്ങളിൽ ഒന്നാമത്തേത് നമുക്ക് ചിന്തിക്കാം. ഈ പാഠം സാധാരണഗതിയിൽ അത്ര പെട്ടെന്ന് നമ്മളുടെ ഹൃദയത്തിൽ, മനസ്സിൽ, ചിന്തയിൽ സ്വാംശീകരിച്ചെടുക്കുന്നതിന് പ്രയാസം വന്നേക്കാം. എന്നാൽ സഭയുടെ വിശ്വാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവിക രഹസ്യങ്ങൾ. ആ ദൈവിക രഹസ്യങ്ങളിൽ ഒന്നാമത്തേത് പരിശുദ്ധ തൃത്വമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന 3 ആളത്വങ്ങളുള്ള ദൈവം, സാരാംശത്തിൽ ഒന്നാകുന്ന ദൈവം എന്നുള്ളത് ഒരു വലിയ വിശ്വാസമാണ്. സഭയുടെ, ക്രിസ്തീയ സഭയുടെ ഒരു വലിയ വിശ്വാസമാണെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ത്രിയേക ദൈവം എന്നാൽ 3 ആളത്വങ്ങളുള്ള ഏകദൈവം. ദൈവം ഏകനാണ്. എന്നാൽ സാരാംശപ്രകാരം ഏകനായ ദൈവത്തിന് 3 ആളത്വങ്ങളുണ്ട് എന്ന വിശ്വാസം. സകലത്തെയും സൃഷ്ടിക്കുന്ന പിതാവ്, സകലത്തെയും വീണ്ടെടുക്കുന്ന ഏകജാതനായ പുത്രൻ, സകലത്തെയും പൂർണ്ണമായി തികയ്ക്കുന്ന ജീവനുള്ള
പരിശുദ്ധ റൂഹ, പരിശുദ്ധനായ ആത്മാവ്. അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവം എന്നത് പരിശുദ്ധ സഭയുടെ വിശ്വാസത്തിൻ്റെ ആഴമായ ഒരംശമാണ് എന്ന് നാം ഓർക്കണം. നമ്മൾ സാധാരണയായി ത്രിയേക ദൈവം 1, 2, 3 ഇത് 3 പക്ഷേ സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ കൈക്കണക്ക് കൂട്ടുന്നത് പോലെ, കൈക്കണക്ക് കണക്കുകൊണ്ട് കുറയ്ക്കാൻ പഠിക്കുന്നത് പോലെ, കുറയ്ക്കാൻ നോക്കുന്നത് പോലെ അങ്ങനെയുള്ള ഒരു കാര്യമായി നമ്മൾ ഈ വിശ്വാസത്തെ കണ്ടുകൂടാ. 1, 2, 3 എന്ന് തിരിച്ച് ഈ വിരലുകൾ 1, 2, 3 എന്ന് തിരിച്ചു പറയും പോലെയല്ല. അത് ഈ ലോകത്തിൽ മാത്രം ഭൗതികമായ ശാസ്ത്രത്തിന് മാത്രം ചേരുന്ന ഒരു കണക്കാണ്, മാത്തമാറ്റിക്സാണ്. എന്നാൽ ഇതിനപ്പുറത്തേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവികമായ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം എങ്ങനെ മനസ്സിലാക്കണം? നമ്മളുടെ ബുദ്ധി കൊണ്ടും യുക്തിയുടെ താർക്കികത കൊണ്ടും നമുക്ക് 1, 2, 3 എന്ന് കണക്കാക്കി നമ്മൾ ശീലിച്ചു പോയി. എന്നാൽ ത്രിയേക ദൈവം എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ ഒരു വശത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ, അതേ സമയം തന്നെ ഈ 3 ആളത്വങ്ങളും ഒരേ ദൈവത്തിൻ്റെ 3 ആളത്വങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മളുടെ സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ടതല്ല. നമ്മളുടെ വിശ്വാസത്തിൻ്റെ അകക്കണ്ണ് തുറന്ന് അനുഭവിച്ചറിയേണ്ടതാണ്. നമ്മളുടെ ജീവിതത്തിൽ സകലത്തെയും സൃഷ്ടിക്കുന്ന പിതാവ് എങ്ങനെ വ്യാപരിക്കുന്നു, വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു എങ്ങനെ നമ്മിൽ വ്യാപരിക്കുന്നു, സകലത്തെയും പൂർണ്ണമാക്കി തികയ്ക്കുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെ വ്യാപരിക്കുന്നു, ഇത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ കണ്ണു തുറന്ന് നമ്മൾ കാണുകയും അങ്ങനെ നമ്മൾ അനുഭവിച്ചറിയേണ്ടതുമാണ് എന്ന് പ്രത്യേകം ഓർക്കണം. നമ്മൾ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഈ ഒരു ദൈവിക രഹസ്യത്തിൻ്റെ ആഴമായ മർമ്മം നമ്മൾ ഉറക്കെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പീലാസായും ഖാസായും ഉയർത്തുകയാണ് ആചാര്യൻ. ആ സമയത്ത് നമ്മൾ ചൊല്ലുന്നത് പ്രത്യേകം ഓർക്കുക. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ ഏകറൂഹായും അല്ലാതെ പരിശുദ്ധനില്ല എന്ന് ഉറക്കെ ചൊല്ലുന്നുണ്ട്. അതിനുശേഷം ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് നമ്മൾ ചൊല്ലുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ആളത്വങ്ങളുള്ള ദൈവം ഒന്നാണ് എന്ന് പ്രത്യേകമായി നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അതിനുശേഷം പീലാസായും ഖാസായും ക്രൂശാകൃതിയിൽ ആചാര്യൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ, തൻ്റെ വലിയൊരു കഷ്ടാനുഭവങ്ങളാൽ ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ, ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കുന്ന ജീവനുള്ള പരിശുദ്ധ റൂഹ നമ്മോടുകൂടെ എന്ന് നമ്മൾ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഈ പാഠം നമ്മൾ തീർച്ചയായും ഉൾക്കൊണ്ടിരിക്കണം. സാധാരണയായി നമ്മൾ പഠിക്കുന്ന, പ്രായോഗികമായി പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുന്ന പാഠങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും നമ്മളുടെ ആരാധനയിലൂടെയും വിശ്വാസം പഠിക്കുമ്പോഴും നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന ത്രിയേക ദൈവം എന്ന വിശ്വാസം
തീർച്ചയായും അതൊരു ദൈവികമായ രഹസ്യമാണ്. ഈ ദൈവികമായ രഹസ്യം എങ്ങനെ ഗ്രഹിക്കാം? നമ്മൾ അകക്കണ്ണ് തുറന്ന് അത് മനസ്സിലാക്കുവാൻ സാധിക്കേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായി നാം പഠിക്കുന്നു. കുഞ്ഞുങ്ങളെ, ഇത് നമ്മൾ ഗ്രഹിച്ചു കൊള്ളണം. പിതാവും പുത്രനും പരിശുദ്ധറൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകും.